ഹായ് ഗൈസ്, ഞാൻ കല്യാൺ കാട്ടുനീലി. ഞാനിപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആയ ഒരു മലയാളിയാണ്. ഹായ് ചേട്ടന്മാരെ, എൻ്റെ പേര് സുമതി യക്ഷി ഫ്രം സുമതി വളവ് അല്ലെങ്കിൽ വളവിൽ വീട്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ വവ്വാല് കടിച്ച് ഞാൻ യക്ഷിയായതിനു ശേഷം ഫിലാഡൽഫിയ, ന്യൂയോർക്ക്, സ്വിറ്റ്സർലൻഡ്, ഫിൻലൻഡ്, അമേരിക്ക, UK, ബ്രിട്ടൻ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലൂടെയും കറങ്ങി ഇപ്പോൾ ക്ലൈമാക്സിലാണ് ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ വന്ന് സെറ്റിലായത്. എന്നെ നാട്ടുകാർ കൊന്നതിന് ശേഷം ഞാനിങ്ങനെ പാസ്പോർട്ട് എടുത്തിട്ട് നാട് ചുറ്റാനൊന്നും പോയില്ല. ഞാനിവിടെ എൻ്റെ നാട്ടിൽ തന്നെ ഈ വളവിൽ തന്നെ ഞാൻ സെറ്റിലായി. ബിക്കോസ് ഐ ആം എ ഡേസി ഗേൾ. അതുകൊണ്ട് എൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് മൂത്തം പറയുന്നത് കേൾക്കുക, അനുസരിക്കുക, പിന്നെ രാജ്യത്തുള്ള ദുഷ്ടശക്തികളെ എല്ലാം നിഗ്രഹിക്കുക. അതൊക്കെയാണ് എൻ്റെ മെയിൻ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി. എൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരെടുത്തിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പ്രസവം എടുത്തു കൊടുക്കുക, പിന്നെ ഈ കമിതാക്കളായിട്ടുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള വിഷയം വരുന്ന ലവേഴ്സിന് എൻ്റെ വളവിൽ പറമ്പ് ഞാൻ കടത്തിവിടും. അങ്ങനെയുള്ള ചില ലൊട്ടൊടുക്ക് പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ അവിടെ കൂടുന്നു. പിന്നെ എൻ്റെ സ്കിൽ സെറ്റിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ കഴിവുകൾ എന്ന് പറയുമ്പോൾ ഓടുക, ചാടുക, മാർഷൽ ആർട്സ് എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ മെയിൻ സ്കിൽ സെറ്റ്. എനിക്ക് ഈ പറഞ്ഞ പോലെ അത്ര വലിയ സ്കിൽ സെറ്റുകളൊന്നുമില്ല. എനിക്ക് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാജിക്കുകൾ ചെയ്യും, പിന്നെ ഫയർ എസ്കേപ്പ്, തല ഇങ്ങനെ വെട്ടിയിട്ടുള്ള ഒരു മാജിക്ക്, അതൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് ഫാൻസി ഡ്രസ്സും അതൊക്കെ വെച്ചാണ് ഞാനിവിടെ പിടിച്ച് നിൽക്കുന്നത് എന്ന് പറയുന്നത്. എൻ്റെ മെയിൻ കീ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ 2 ദംഷ്ടകളാണ്. ഇപ്പം ഗാന്ധി ജയന്തി ആയതുകൊണ്ട് എൻ്റെ VFX ടീം അവധി ആയതുകൊണ്ട് ഇല്ലാത്തതാണ്. അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കും ഇവിടെ 2 ദംഷ്ടകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ മാസം ക്യാവിറ്റി ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ട് എടുത്തു കളഞ്ഞു. ഇപ്പം ഞാൻ മെയിനായിട്ട് പേടിപ്പിക്കാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൾ ഇങ്ങനെ 2 കൃഷ്ണമണി ഞാൻ മേളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. നാട്ടുകാർ അത്യാവശ്യം പേടിക്കുന്നുണ്ട്, വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം മുതൽ എനിക്ക് മൈഗ്രെയിൻ്റെ ഒരു ആരംഭം തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ PR വർക്കെല്ലാം ചെയ്യുന്ന, എന്നെക്കുറിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എല്ലാം കത്തനാർക്കാണ് ഞാൻ എൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കത്തനാർ തന്നെയാണ് ആ വർക്കുകളെല്ലാം ചെയ്യുന്നത്. ഗൈസ്, ഞാനല്ലേ ബെറ്റർ. പിന്നെ എൻ്റെ PR വർക്ക് മൊത്തം ഞാൻ കൊടുത്തിരിക്കുന്നത് ഫോറസ്റ്റ് ഓഫീസേഴ്സിനാണ്, സുമതിയോളം. അവർ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഗൈസ്, ഞാനല്ലേ ബെറ്റർ.